ഹായ് കൂട്ടുകാരെ, ദീദിഷ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കടൽ കാണാൻ വന്നു കേട്ടോ. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് വന്നതാ. കാക്കാട് എടക്കയ്യൂരാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊന്നൂസിനോടൊരു ഇൻട്രോ പറയാൻ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ വലക്കാർ വല നെയ്യുന്നുണ്ട്. അവരെല്ലാവരും നോക്കിയപ്പോൾ അവൾക്കൊരു നാണം. അതാണ് അവൾ അങ്ങനെയൊക്കെ കട്ടിയിട്ട് ഓടിയത്. നമ്മൾ ചാവക്കാട് എടക്കഴിയൂർ ബീച്ചിലോട്ട് ഉള്ളത്. നമ്മൾ പഞ്ചവടി ബീച്ചിലേക്ക് തൊട്ടടുത്തുള്ള സ്ഥലം. പൊന്നൂസ് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുഞ്ഞുമ്മാൻ്റെ വീട് ഇവിടെയാണ്. അപ്പോൾ അവിടെ വന്നതാണ് ഞങ്ങൾ. കുഞ്ഞുമ്മാൻ്റെ വീട്ടിൽ എപ്പോൾ വന്നാലും നമ്മൾ ബീച്ചിൽ വരാറുണ്ട്. ഫാമിലിയോടൊപ്പം വന്നിട്ട് കടലിൽ കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയൊരു ബീച്ചാണത്. കാരണം ഇവിടെ നല്ല പ്രൈവസി ഉണ്ട്. തിരക്കില്ലാത്തത് കൊണ്ട് നമുക്കിവിടെ കടലിലൊക്കെ ഇറങ്ങി ഫാമിലി കുട്ടികളുടെ കൂടെയൊക്കെ നമുക്ക് കളിക്കാം. ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കടലിൽ കളിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്താണ് നമ്മുടെ പഞ്ചവടി ബീച്ച്. നല്ല തിരക്കുള്ളൊരു ബീച്ചാണ് അവിടെ. കുട്ടികളെ നമ്മൾ എന്തൊക്കെ കാണാൻ കൊണ്ടുപോയാലും അതിനേക്കാളൊക്കെ അവർക്ക് ഏറ്റവും ഇഷ്ടവും കടൽ കാണാൻ കൊണ്ടുപോകുന്നതാണ്. ഷെസുമോൻ്റെ ആ ഓട്ടൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവനൊക്കെ എത്രത്തോളം അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. കടൽ കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവരെ കരക്കിരുത്തി കടൽ കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ കാണിക്കാനാണെങ്കിൽ വല്ല ടി വിയിലൊക്കെ കാണിച്ചു കൊടുത്താൽ പോരെ. കടൽ കാണാൻ വേണ്ടി അവരെ കൊണ്ടുവന്നാൽ അവരെ കടലിൽ ഇറങ്ങാൻ സമ്മതിക്കണം. ഇതുപോലെ മണ്ണൊക്കെ കോരി കളിക്കാൻ സമ്മതിക്കണം. അവർക്ക് മതിയാവോളം ആ കടപ്പുറത്ത് കൂടി ഓടി കളിക്കാൻ സമ്മതിക്കണം. അവരെ പ്രായം അതല്ലേ, അവർ കളിക്കാനുള്ള പ്രായമല്ലേ, കുട്ടിക്കാലം കളിക്കാനുള്ളതല്ലേ. അവർ കളിച്ച് തന്നെ വളരട്ടെ. പൊന്നൂസിന് വേറെ കൂട്ടുകാരൊക്കെ ഉള്ള കാരണം അവളവിടെ വേറെ തന്നെ കളിക്കുകയാണ്. പക്ഷേ ഷെസുമോൻ അവരെ കൂടെ കൂടാതെ എൻ്റെ കൂടെ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനും ഷെസുമോനും വെള്ളത്തിലിറങ്ങിയിട്ടോ. ഞങ്ങളിനി കുറച്ച് നേരം നീന്തി കളിക്കാനുള്ള പരിപാടിയാണ്. ഷെസുമോന് പിന്നെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ വെള്ളമായാലും ശരി എന്തായാലും ശരി അവനൊരു പേടിയില്ല. കടൽ കാണാൻ വരുമ്പോൾ മാത്രമല്ല എവിടെ പോകുകയാണെങ്കിലും ഷെസുമോനെ എൻ്റെ കൂടെ കൂടും. അവന് ഞാനെന്താണോ ചെയ്യുന്നത് അതാണ് അവന് കൂടെ കൂടാൻ ഇഷ്ടം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ യാത്രകളിലൊക്കെ ഞങ്ങൾ തമിഴ്നാടൊക്കെ പോയ സമയത്തൊക്കെ അസ്നാക്കും പൊന്നൂസിനൊക്കെ ഭക്ഷണമൊന്നും ഇഷ്ടപ്പെടാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഷെസുമോൻ അതല്ല, ഞാൻ എന്താ കഴിക്കുന്നത് അതവൻ ഞാൻ കഴിക്കുന്ന അതേ സ്വാദോടു കൂടി അവൻ കഴിച്ചോളും. പൊന്നൂസും കൂട്ടരും ഇവിടെ തിരയിൽ വരുന്ന എന്തോ ചെറിയ പ്രാണികളെ പിടിക്കാൻ നോക്കുന്നുണ്ട്. എവിടെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ഇനി പെട്ടെന്ന് തന്നെ ഇരുട്ട് പരക്കും. എന്തു രസമാണല്ലേ കടലിങ്ങനെ കാണാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കടപ്പുറത്ത് വരാനുള്ളത്. നമുക്കല്ലേ എത്ര കണ്ടാലും മതിവരാത്തൊരു സാധനമാണ് കടൽ. ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ നമ്മൾ കുട്ടികളെ മുഴുവൻ വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ടോ. ഇനി ഞാനൊന്ന് നീന്തിയിട്ട് വരാം. മതി അപ്പോൾ കുളി കഴിഞ്ഞ് നമ്മൾ കയറി ഇനി നമ്മൾ പോകാൻ നോക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ വഞ്ചിക്കാർ വല നേരാക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അവരെ കാണാൻ പോയി. അവരാ വല കെട്ടുന്നത് എത്ര സ്പീഡിലാണ് കെട്ടുന്നത് നോക്കി.
ഈ വലക്ക് എന്താ പറയുക? ഓരോ മീനുകളെ പിടിക്കാനും വേറെ വേറെ വലകളാണ് അവർ ഉപയോഗിക്കാറുള്ളത്. ഇതിപ്പോൾ അയിലയെ പിടിക്കുന്ന വലയാണെന്നാണ് അവർ പറഞ്ഞത്. കുറച്ചു നേരം അവർ വല കെട്ടുന്നതൊക്കെ നോക്കി നമ്മൾ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. മനോഹരമായ ഈ കടലിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.